ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നില്ല, എല്ലാ ചാനലിലും നമ്മൾ വീഡിയോ പാസ്സാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ചാനലിലേക്കും എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ വണ്ടി പുതിയ എടുത്തിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ട്, അതിലേക്ക് അലോയ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അലോയ് നമ്മൾ ലോങ് ഒന്ന് വരുത്തിച്ചാണ്, മലപ്പുറത്ത് നിന്ന് വരുത്തിച്ചിട്ടുള്ള സാധനമാണ്. പുതിയ അലോയും ടയറും നമ്മൾ ഇതിലേക്ക് സെറ്റ് ആക്കുന്നുള്ളത്. അപ്പൊ നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. GTR Proന്റെ അലോയ്, അത് നമുക്ക് നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ സെറ്റ് ആക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ അലോയും കാര്യമെല്ലാം വേണ്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അതിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ സാധനം സെറ്റ് ആക്കി തരും. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ കുറെ ആയിട്ട് ഞാൻ വീഡിയോ ഇടാതെ ഉണ്ടായത്. ഇപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് വരും. ഇനി എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഹായ് കൊടുത്ത ഹായ്. അങ്ങനെ അടുത്തായിട്ട് നമ്മൾ നേരെ പോയത് ആലപ്പി ഡെയിലി എക്സ്പ്രസ്സിലേക്കാണ്. അവിടെ അന്ന് കൊറിയർ ഇട്ടിട്ടുണ്ടായത്, അടുത്തേക്ക് കൊറിയർ എത്തിയെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. അവിടുന്ന് നേരെ സ്റ്റേറ്റിൻ്റെ നമ്മളെ വിദ്യാനഗറുള്ള ഷോറൂമിലേക്ക് പോയി ടയറിൻ്റെ ഒന്ന് അന്വേഷിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള അലോ വീൽസ് ഉണ്ട്. നമ്മൾ എടുത്ത അതേ സെയിം അലോ വീൽസ് അവിടെ 45,000 റുപ്യക്ക് അവിടെ അലോ വീൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ടയറിന് ഏകദേശം 6,000 റുപ്യ വരും. ഇപ്പോൾ 4 ടയറാകുമ്പോൾ 24,000. പിന്നെ അലോ വീൽസ് 45, ഏകദേശം കറക്റ്റ് ഒരു നല്ല റേറ്റായി 70-ൻ്റെ അടുത്തോളം എത്തും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഏകദേശം നല്ല കുറഞ്ഞിട്ടാണ് അലോയും ടയറും കിട്ടിയിട്ടുള്ളത്. പിന്നെ അലോയ് പുതിയതാണ്, പാക്ക് പീസാണ്. പിന്നെ ടയർ യൂസ്ഡാണ്. ഏകദേശം 70-80% 2 ടയറുണ്ട്. ഏകദേശം 2 ടയർ 90+ ഉണ്ട്. അപ്പോൾ നല്ല ടയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഷിഫ്റ്റിലേക്ക്. അവർ തന്നെ ഒരു ബ്രാഞ്ചായ യോക്കോമോൻ്റെ ടയർസിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഉള്ളിപ്പാടിയിൽ. അതിലേക്കാണ് നമ്മളിപ്പോൾ പോയത്. എന്താ വെച്ചാൽ അവിടുന്ന് പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചെയ്ത്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഗാർഡിലേക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലോണം കഴുകി തുടച്ചിട്ടായിട്ടാണ് ഞങ്ങൾ പെയിൻ്റ് അടിച്ചത്. ഫസ്റ്റ് വൈറ്റ് പെയിൻറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ടായിട്ട് അതിലേക്ക് ഞങ്ങൾ പിസ്ത കളറാണ് അതിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ചെയ്ത്, പിന്നെ അപ്പോൾ അവർ വീല് അലൈൻമെൻറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഇതാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ടയറൊക്കെ കയറ്റി റെഡിയായി. അത് അവർ ഫസ്റ്റ് തന്നെ വീൽ അലൈൻമെൻറ്റും വീല് ബാലൻസിങ്ങും പിന്നെ പെയിൻറ്റിങ്ങും എല്ലാം കൂടിയിട്ട് ഇതാണ് ഒരു ചാർജ് പറയുന്നുള്ളത്. അതിന് ഏകദേശം നല്ലൊരു 1,500 റുപ്യാണ് അവർ പറഞ്ഞ ചാർജ്. അപ്പോൾ അത് ഞങ്ങൾ സെറ്റാക്കി. അതിൻ്റെ നമ്മൾ വണ്ടി അവർ തന്നെ ഒന്ന് റൺ ചെയ്തിട്ടെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ടാകുന്ന നോക്കിയിട്ടായിട്ട് നമുക്ക് വണ്ടി കൈമാറും. കാരണം എന്താ വെച്ചാൽ ഈ ബാലൻസിങ് ഒന്നും ശരിയായില്ല എങ്കിൽ എന്ന് വെച്ചാൽ ഒരു സൈഡായിട്ട് ടയർ ചെത്തിപ്പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ബാലൻസിങ് അവർ നോക്കും. അത് കഴിഞ്ഞിട്ടായിട്ട് അലൈൻമെൻറ്റ് ചെയ്യും. എല്ലാം ചെയ്തിട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ വണ്ടി തരും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വണ്ടി കണ്ടിട്ട് ഈ അലോയ് വീലും ഈ വണ്ടിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ, ഈ ബ്ലാക്കാണ് നമ്മൾ വണ്ടി, പിന്നെ അതിലേക്ക് ഈ അലോയ് വീൽ എങ്ങനെയുണ്ട്, ഷൂട്ടാകുന്നുണ്ടോ എന്നുള്ളൊരു അഭിപ്രായങ്ങൾ പറയണേ, കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കൂളിംഗ് ഫിലിമിൻ്റെ, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് കൂളിംഗ് ഏറ്റവും വില കുറച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദുമ എന്ന് പറഞ്ഞിട്ട് ഉദുമ പടിഞ്ഞാറിൽ ഒരു സ്ഥലമുണ്ട്. അതായത് D4 എന്ന് പറഞ്ഞിട്ട്, D4 ഓട്ടോമൊബൈൽസ്. ഓക്കെ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ് ചീപ്പ് റേറ്റിലാണ് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫിലിം അവർ ചെയ്തു തരുന്നത്, കൂളിങ്. ഓക്കെ, അപ്പോൾ അവരും അവിടുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ കഴിച്ചിട്ട് നമ്മളെ കയ്യിൽ വണ്ടി തരും. ഞങ്ങൾ അത് റെഡിയായി ഗൈസ്. അപ്പോൾ നമ്മളെ ഷിഫ്റ്റിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് 17 ഇഞ്ചിൻ്റെ അലോയ്, 225, 45, 17ൻ്റെ ടയറും കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പെയിൻറ്റ് പിസ്താൻ്റെ കളർ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കൂളിങ് ചെയ്തിട്ടുണ്ട്. കൂളിങ് നമ്മൾ 70-ലാണ് കൂളിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കൂളിങ് കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് മൊത്തത്തിൽ നോക്കിക്കോ വണ്ടി എങ്ങനെയുണ്ടെന്ന് ലുക്ക്. വാ, പിന്നെ അതിലേക്ക് ചെറുങ്ങനെ ഒരു ഇത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞ് കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഷാർക്കിൻ്റെ ഒരു ആൻറ്റിന ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം ഒന്ന് മൊത്തത്തിൽ
ഇത് നോർമലാണ് വണ്ടി വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷനിലേക്ക് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം അറിയണം. നിങ്ങൾക്ക് ഇനി അലോയ് വീലിൻ്റെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജോ ഫോളോ ചെയ്താൽ മതി. നമുക്കെല്ലാം സെറ്റ് ആക്കി തരാം. ഓക്കെ.